നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം ഇന്നേവരേക്കും കണ്ട മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും വയനാടിനെ സംരക്ഷിച്ചെടുക്കുകയാണ് കേരളം. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾ മായ്ച്ച് അസംഖ്യം ആളുകളാണ് ദുരന്തഭൂമിയിൽ മനുഷ്യരെ തേടുന്നത്. ഒന്നുമറിയാതെ ഉറങ്ങിക്കിടന്നവർക്ക് മുകളിലൂടെ പ്രകൃതിയുടെ ഉള്ളുപൊട്ടിയെത്തിയ കല്ലും മണ്ണും ചെളിവെള്ളവും കവർന്ന ജീവനുകൾക്കായി പുതഞ്ഞുപോകുന്ന ചളിക്കുള്ളിൽ വിശപ്പും ദാഹവുമില്ലാതെ ഒരു ജീവന്റെ തുടിപ്പെങ്കിലുമുണ്ടോ എന്ന് നോക്കുകയാണവർ. മരിച്ചവരുടെ എണ്ണം 100, 200, 250 അല്ല. ജീവനോടെയുണ്ടോ എന്നറിയാതെ കാണാമറയത്തിരിക്കുന്നവരും ഉറ്റവരെ കാത്ത അനാഥത്വം പേറി കാത്തിരിക്കുന്നവരും വയനാടിന്റെ നേർചിത്രമാകുമ്പോൾ ഉള്ളം മരവിക്കുകയാണ്. എണ്ണമറ്റ ജീവിതങ്ങളും ജീവനും തുടച്ചു നീക്കിയ സംസ്ഥാനം ഇന്നേവരേക്കും കണ്ട വയനാട്ടിലെ മഹാവിപത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല കേരളത്തിന്. വയനാടൻ മലനിരകളുടെ ഉള്ളു പൊട്ടിയെത്തിയ കല്ലും മണ്ണും ചേറും ചെളിയും നിറഞ്ഞ ദുരന്തഭൂവിൽ നിന്നും രക്ഷാസേന ഇപ്പോഴും മനുഷ്യ ശരീരങ്ങളെ തിരയുകയാണ്. നൂറിലോ 200-ലോ 250-ലോ ഒടുങ്ങുന്നില്ല ഉരുൾജലം കവർന്ന ജീവനുകളുടെ കണക്ക്. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ കാണാമറയത്തായവരുടെ എണ്ണവും 200-ന് മുകളിലാണ്. വയനാടൻ മലനിരകളുടെ ഉള്ളം നിറഞ്ഞ വിങ്ങിപ്പൊട്ടിയടരുമെന്നറിയാതെ തങ്ങളുടെ പൊന്നുമക്കളെയും ചേർത്തു പിടിച്ചുറങ്ങിയവരാണ് കബന്ധങ്ങളായി ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയത്. മനുഷ്യനായി പിറന്നവരുടെയെല്ലാം ഉള്ളുവിറപ്പിക്കുന്ന മനുഷ്യത്വം മരവിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരത്തുള്ളവർക്കും സാക്ഷിയാവേണ്ടി വന്നു. പൊട്ടിയൊലിച്ചെത്തിയ ഉരുൾജലം കവർന്നെടുത്ത വീടുകളുടെ എണ്ണം പോലും ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. തകർന്നടിഞ്ഞ മേൽക്കൂരകൾക്ക് താഴെ മണ്ണിൽ പുതഞ്ഞ ജീവനുകൾക്കായി യന്ത്രക്കൈകൾ ഇപ്പോഴും തിരയുകയാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അനാഥത്വം പേറാൻ വിധിക്കപ്പെട്ടവരും ചോര നീരാക്കി ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടവരും നടുക്കം നിഴലിക്കുന്ന കണ്ണുകളുമായി ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. ഇനിയും തിരിച്ചറിയാനാവാത്ത മൃതശരീരങ്ങൾക്കിടയിൽ ഉറ്റവരെ തേടി നടക്കുന്നവരും മനുഷ്യനായി പിറന്നവരുടെയെല്ലാം നെഞ്ചിൽ വിങ്ങലാവുകയാണ്. മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വിശപ്പും ദാഹവും മറന്ന് കർമ്മനിരതരായവർ മാത്രമാണ് ദുരന്തഭൂവിലെ ആശ്വാസചിത്രം. ഇന്ത്യൻ ആർമിയും NDRFും പോലീസും മറ്റു സന്നദ്ധ സംഘടനകളുമൊക്കെ ദുരന്തഭൂവിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. നാനാതുറകളിലും തങ്ങളാലാവുന്ന സഹായവുമായി അസംഖ്യം ജനങ്ങൾ കാത്തുനിൽക്കുകയും ചെയ്യുമ്പോൾ വയനാട്ടിലെ ശേഷിച്ച ജീവിതങ്ങളെ ചേർത്തുപിടിക്കാമെന്ന പ്രതീക്ഷയാണ് ഇവിടെ ബാക്കിയാവുന്നത്. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്.